ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 4 എന്ന വിഷയത്തെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 4. 1 മരണം, 2 വിധി, 3 സ്വർഗം, 4 നരകം. അതിനിടയ്ക്ക് ഒരു ചെറിയ സ്ഥലമുണ്ട്, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയും. ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിച്ച് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതം, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം അതിൽ 12-ാം അധ്യായത്തിൽ 40-ാം തിരുലിഖിതം, നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. മരണത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പ്രമേയം, മരണം കള്ളനെ പോലെ വരും. എങ്ങനെയാ കള്ളം വരുന്നത്? എന്തെങ്കിലും ഇൻറ്റിമേഷൻ നോട്ടീസ് തന്നിട്ടാണോ വരുന്നത്? ഞാൻ ഇന്ന രാത്രി നിങ്ങളുടെ വീട് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുങ്ങി എല്ലാം എടുത്ത് വെച്ചോ, സ്വർണ്ണം ഇന്ന മേശപ്പുറത്ത് വെക്കുക, പാസ്ബുക്ക് ഇന്ന സ്ഥലത്ത് വെക്കുക, വെള്ളി ഇന്ന സ്ഥലത്ത് വെക്കുക, സ്വർണ്ണം എല്ലാം നമുക്ക് നേരത്തെ കൂട്ടി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണോ വരുന്നത്? ആണോ? അല്ല. ഒരു ഇൻറ്റിമേഷനും ഇല്ലാതെ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പൊടുന്നനെ വന്ന് ബലപ്രയോഗം നടത്തി കയറി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോകും. കള്ളൻ 2 ഒന്ന്, യാതൊരു മുന്നറിയിപ്പില്ലാതെ അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്ത് അവനൊരു പ്രത്യേക ഒരു ജാതി വരവും കൊണ്ട് വരും. രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്, നമ്മുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇഷ്ടം ബലപ്രയോഗം നടത്തി എല്ലാം കൂടെ കൂടി കവർന്നെടുത്തിട്ട് പോകും. ഇതുപോലെ ഈശോ ഈ ഉദാഹരണം എടുത്തിട്ട് പറയാണ്, കള്ളൻ വരുന്നത് പോലെ മരണം വരും. എന്നിട്ടാണ് ഈശോ പറയണത്, നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. ഞാൻ യമനിൽ ശുശ്രൂഷ ചെയ്യാൻ പോയി. യമനിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ഏഡൻ എന്ന തുറമുഖ പട്ടണമുണ്ട്. ഏഡൻ പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോവാണ് ശുശ്രൂഷയ്ക്ക്. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഒരുപാട് പില്ലറുകൾ ഉയർന്നു നിൽക്കുന്നത് കണ്ട്, പണി തീരാതെ പായൽ പിടിച്ച് പില്ലറുകൾ ഉയർന്നു നിൽക്കുന്നത് കണ്ട് ഞാൻ പറഞ്ഞു, എന്താണ് ഇവിടെ സാമ്പത്തിക ഞെരുക്കമുണ്ടോ? ഇവിടെ പണി തീരുന്നില്ലല്ലോ, ഇത് കുറേ വർഷങ്ങളായി പണി മുടങ്ങി കിടക്കുന്നതിൽ കെട്ടിടാണല്ലോ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിച്ച്. അപ്പോഴാണ് അവർ പറഞ്ഞത്, അച്ഛാ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ പിന്നെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഏഡൻ പട്ടണത്തിലെ വലിയ ഒരു ധനാഢ്യൻ ആരംഭിച്ച പണിയാണത്. ആ ധനാഢ്യൻ ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയാണ്. സമ്പത്തിൻ്റെ ഉടമയായ മനുഷ്യൻ ലോക്കറിൽ അദ്ദേഹം തന്നെ കുറേ സ്വത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് സൂക്ഷിച്ചു. ലോക്കറിൽ അത് പണിക്കാർക്ക് ആർക്കും എടുക്കാൻ പറ്റില്ല. ലോക്കർ അതിൻ്റെ നമ്പർ സീക്രട്ട് നമ്പറാണ്. അത് അതിൻ്റെ ഓണർക്ക് മാത്രമേ ലോക്കറിൻ്റെ സീക്രട്ട് നമ്പർ അറിയുള്ളൂ, കോഡ് അറിയുള്ളൂ. ആ കോഡ് കൊടുത്താൽ അത് ഓപ്പൺ ആവുള്ളൂ. അങ്ങനത്തെ ഒരു ലോക്കറാണത്. അപ്പോൾ അവർ പറഞ്ഞത് ഈ സീക്രട്ട് കോഡ് ഉണ്ട്, ആ കോഡ് അടിച്ചാലേ ലോക്കർ ഓൺ ആവുള്ളൂ. അങ്ങനത്തെ ലോക്കറുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവിഹിതമായ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പെടാൻ സ്വത്തൊക്കെ ആയിരിക്കണം. എന്തായാലും ശരി, അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ ഈ പണിയെല്ലാം തുടങ്ങി. അയാൾക്ക് ഇഷ്ടംപോലെ സമ്പത്തും ഉണ്ടായിരുന്നു. അങ്ങനെ പണിയെല്ലാം തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം മറ്റാരും ഇല്ലാത്ത സമയം നോക്കി അദ്ദേഹം റൂമിൽ കയറി ലോക്കറൊക്കെ തുറന്ന് അതിനുള്ളിൽ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുമായിരിക്കും. എന്തായാലും ശരി, അയാൾ ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് തന്നെ അങ്ങ് അടഞ്ഞു. ഇയാൾ അതിനുള്ളിൽ പെട്ടുപോയി. ഈ ലോക്കറിനുള്ളിൽ അത് അനാടിനിരുന്നങ്ങൾ മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം അയാളുടെ മക്കൾക്ക് വലിയ കാര്യപ്രാപ്തി, കാരണം ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത മക്കളാണ്. ഇയാളൊരു 40-42 വയസ്സേ ഉള്ളൂ. അയാൾ പൊടുന്നനെ മരിച്ചു. പിന്നെ മക്കൾക്ക് ഈ പണി തുടരാനോ അല്ലെങ്കിൽ വലിയ അങ്ങനത്തെ ഒരു അംബീഷനുള്ള മക്കളൊന്നും അല്ല. അതുങ്ങളുടെ വഴി അമേരിക്കയിലും റഷ്യയിലൊക്കെ പോയി പഠിച്ച് അങ്ങനെ പോയി. അങ്ങനെ അതങ്ങനെ പണി തീരാതെ അന്ന് ഏത് സ്ഥിതിയിലായിരുന്നോ അതേ സ്ഥിതിയിൽ ഇന്നത് കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ ചിന്തിച്ച് നോക്കിയ കാര്യമുണ്ട്. ആ ധനാഢ്യനായ മനുഷ്യൻ എത്രയോ പ്രോജക്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എത്രയോ എഞ്ചിനീയർമാരെല്ലാം കൺസൾട്ട് ചെയ്ത്, എത്രയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത്, അതിനുള്ള സ്വത്തെല്ലാം അദ്ദേഹം തന്നെ റെഡിയാക്കി വെച്ച്, എന്നിട്ട് അയാൾ ലോക്കറിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ട് അയാൾ അവിടെ ഇരുന്ന് മരിച്ച കാര്യം പോലും ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞ് മണം വന്നപ്പോഴാണ് ആളുകൾ അറിയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആ ഒരു മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല. ഞാനത് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങനെ ചിലർക്ക് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പലപ്പോൾ ബൈ ചാൻസ് സംഭവിക്കായിരിക്കും. എന്നാൽ യേശുക്രിസ്തു പറയണത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ, ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് പൊടുന്നനെ മരണം വന്ന്
നമ്മുടെ ജീവനെ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവീൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ഈ ഭൂമിയിൽ എന്തുറപ്പാണുള്ളത്? വചനം പഠിപ്പിക്കുകയാണ്, നിലത്ത് വീണാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചിതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് നമ്മുടെ ജീവിതം. ഈ വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ ഉറപ്പുണ്ടെന്നുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ ഈ ഉള്ളിൽ കിടക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുന്ന ഉറപ്പുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നിലത്ത് വീണാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചിതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് മനുഷ്യന്റെ ജീവിതമെന്ന് വിശുദ്ധ ലിഖിതത്തിൽ വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കാറ്റത്ത് വഴിയരികിൽ അടിച്ചുകൂട്ടപ്പെടുകയും ക്ഷണനേരം കൊണ്ട് കാറ്റിൽ പറത്തി അത് ഛിന്ന ഭിന്നമാക്കപ്പെടുകയും ചെയ്യുന്ന പൂഴിക്കൂന പോലെയാണ് മനുഷ്യരുടെ ജീവിതം. ഈ ലോകം ഒരു നാടകവേദി പോലെ തന്നെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ നാടകവേദിയിൽ രാജാവിന്റെ ഭാഗം അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ രാജാവിന്റെ ഭാഗം അഭിനയിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പം ആ രാജാവിന്റെ വേഷം കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ആ വേഷം എല്ലാം കൂടെ അഴിച്ചു വെച്ചിട്ട് തന്നെ അങ്ങ് പോകും. ശരിയല്ലേ? ഈ ലോകം ഒരു നാടകവേദിയാണ്. ഇവിടെ ഓരോരുത്തരും ഓരോ വേഷങ്ങൾ അഭിനയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ പൂർവികർ നമുക്കുണ്ടായിരുന്നു. അവരെല്ലാം മരിച്ച് ഇന്ന് പൂഴിയായി മണ്ണായി ഇന്ന് ഭൂമി കിടപ്പുണ്ട്. ശരിയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ? അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇപ്പോൾ ഒരു പക്ഷേ നീ ഒരു രാജാവായിരിക്കാം, എന്നാൽ നാളെ നീ ഒരു ജഡം. ഇന്ന് രാജാവ്, നാളെ ജഡം. പുഴുക്കൾക്കും കൃമികൾക്കും വന്യമൃഗങ്ങൾക്കും അധീനം. പ്രൈസ് ദി ലോർഡ്. പൊടിയും ചാരവുമായ മനുഷ്യന് എന്തുണ്ട് അഭിമാനിക്കാനെന്ന് വിശുദ്ധ ലിഖിതത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ചോദിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം അതിൽ 9 മുതലുള്ള തിരുലിഖിതങ്ങൾ, പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു, നിസാര രോഗമെന്ന് ഭിഷഗ്വരൻ എഴുതുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. ഇപ്പൊ നിങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുടെ കൈകളിലേക്ക് പോകും. ഹല്ലേലൂയ. അത് സങ്കീർത്തന പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യനൊരു നിഴൽ മാത്രം, അവന്റെ ബദ്ധപ്പാട് വെറുതെയാണ്. അവൻ സമ്പാദിച്ചു കൂട്ടുന്നു, എന്നാൽ അടുത്ത മണിക്കൂറിൽ അത് ആരുടെ കൈകളിൽ ചെന്ന് ചേരും എന്ന് അവന് ഉറപ്പില്ല. ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത മണിക്കൂറിൽ ഇതാര് അനുഭവിക്കുമെന്ന് ഇവൻ ഉറപ്പില്ല. അതുപോലെ ക്ഷണഭങ്കുരമാണ് ഈ ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എത്ര കിട്ടിയാലും മതി വരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസം അർപ്പിച്ച് അത് സംഭരിച്ചു വെക്കുന്നവരെവിടെ? പണം നേടാൻ ആർത്തി പൂണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവരെവിടെ? അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിബന്ധിച്ചു. അവരുടെ സ്ഥാനത്ത് പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിലേക്ക് വരികയും ചെയ്തു. എന്നാൽ അവരും അറിവിലേക്കുള്ള പാത പഠിച്ചില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് അന്തോനിയസ് പുണ്യാളൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അന്തോനിയസ് പുണ്യാളന്റെ ഒരു അനുഭവം പറഞ്ഞ എങ്ങനെയാണ്? അതായത് ചാണക പിണ്ടത്തിന്മേലിരുന്ന് ചാണകം ഉരുട്ടുന്ന ചാണക കീടങ്ങളെ പോലെയാണ് പല മനുഷ്യരും ആത്മീയത നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഭൂമിയിൽ ചെയ്യുന്നത്. എന്താ ചാണക പിണ്ടത്തിന് മേലിരുന്ന് ചാണകം ഉരുട്ടുന്ന ചാണക പുഴുക്കളുടെ പ്രത്യേകത എന്താ? പിന്നാലെ വരുന്ന കാലിക്കൂട്ടങ്ങളുടെ കുളമ്പിനടിയിൽപ്പെട്ട് ചതഞ്ഞരിച്ച് പോകുക എന്നുള്ളതാണ് അവരുടെ നിയോഗം. സ്പെയിനിലെ രാജാവ് ഫിലിപ്പ് 2-ാമൻ രാജാവ് മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. അങ്ങനെ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഫിലിപ്പ് 2-ാമൻ രാജാവ് തൻ്റെ പുത്രൻ രാജകുമാരനെ വിളിപ്പിച്ച് രാജകുമാരനോട് വരാൻ പറഞ്ഞു. അങ്ങനെ രാജകുമാരൻ അപ്പൻ്റെ മരണക്കിടക്കയിലേക്ക് എത്തി. അപ്പോൾ നെഞ്ചത്ത് വിരിച്ചിരുന്ന ആ മേൽ വസ്ത്രം ഈ രാജാവ് അങ്ങോട്ട് മാറ്റി. ഈ നെഞ്ച് മുഴുവനും വ്രണമായി കിടക്കുകയാണ്, പഴുത്ത് വ്രണമായി കിടക്കുകയാണ്. അങ്ങനെ വ്രണിതനായ ഒരു ശരീരം വ്രണം പിടിച്ചാണ് ഫിലിപ്പ് 2-ാമൻ രാജാവ് മരിക്കുന്നത്. അങ്ങനെ വ്രണം പിടിച്ച് പുഴുത്ത് അങ്ങനെ കിടക്കുന്ന ആ മേൽക്കെട്ടി അങ്ങോട്ട് ആ തുണി അങ്ങോട്ട് മാറ്റിയിട്ട് ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ് രാജകുമാരനെ തൻ്റെ വ്രണം പിടിച്ച നെഞ്ച് കാണിച്ചു കൊടുത്ത്, എന്നിട്ട് ഫിലിപ്പ് 2-ാമൻ രാജാവ് രാജകുമാരനോട് പറയണത് എങ്ങനെയാണ്? രാജകുമാരാ, നമ്മൾ മരിക്കുന്നത് എങ്ങനെയാണെന്ന് നീ നോക്കി കാണുക.
ലോകത്തിന്റെ പ്രൗഢി എങ്ങനെ അവസാനിക്കുന്നുവെന്ന് നീ നോക്കുക. ഈ രംഗം നീ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. കാരണം ലോകം രാജാക്കന്മാരോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് നീ തുടക്കത്തിലേ മനസ്സിലാക്കിയിരിക്കണം. അവരുടെ മരണം ഏറ്റവും സാധുവായ ഒരു മനുഷ്യന്റെ മരണം പോലെ തന്നെ. അതാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 29-30 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, സമയം വളരെ പരിമിതമാണ്. ലോകത്തിന്റെ രൂപങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് ഉള്ള സമയത്ത് സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. വിശുദ്ധ അമ്മ ത്രേസ്യ ഒരു മനുഷ്യൻ, ഈ ഭൂമിയിൽ ഏത് മനുഷ്യനാണ് നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞിരിക്കുന്നതാണ്, മരിക്കാൻ ഭയപ്പെടുന്നതിന് കാരണമില്ലാത്ത വിധം ജീവിക്കുന്ന മനുഷ്യനാരോ ആ ജീവിതമാണ് നല്ല ജീവിതം. ഏത് സമയത്തും മരിക്കാൻ പേടിയില്ലാത്ത വിധം ജീവിക്കുന്ന മനുഷ്യൻ ആരാണോ ആ മനുഷ്യന്റെ ജീവിതമാണ് നല്ല ജീവിതം. സഭയുടെ വളരെ അനുഗ്രഹീതനായ ഒരു വിശുദ്ധനും ഒരു സഭാപിതാവുമാണ് വിശുദ്ധ സിപ്രിയാൻ. വിശുദ്ധ സിപ്രിയാൻ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മരണത്തിന് ശേഷം യാതൊരാൾക്കും പ്രായശ്ചിത്തമോ പരിഹാരമോ അനുഷ്ഠിക്കുവാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ അറിയണം. മരിക്കുന്ന സെക്കൻഡ് വരെയാണ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വഴിയുള്ള സൗജന്യ പാപക്ഷമ സ്വീകരിച്ച് ആത്മാവിന് എന്തെങ്കിലും നേടാൻ വേണ്ടിയുള്ള സമയം. അത് കഴിഞ്ഞാൽ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം വരും. അതിനുശേഷം എനിക്ക് നിങ്ങൾക്ക് സ്വർഗത്തിന് വേണ്ടി ഒന്നും നേടാൻ പറ്റില്ല. ഇത് വളരെ അനുഗ്രഹമുള്ളത്, കണ്ണും പകലുള്ള അനുഗ്രഹമുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും നീങ്ങാനും പണിയെടുക്കാനും ചിന്തിക്കാനും അധ്വാനിക്കാനും ആരോഗ്യമുള്ളപ്പോൾ നല്ല കാലം, സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളപ്പോൾ നല്ല കാലം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലം നല്ല കാലം. അന്ന് എന്തെങ്കിലും സ്വർഗത്തിന് വേണ്ടി നേടാൻ പറ്റുന്ന കാലമാണത്. മരണത്തിന് ശേഷം യാതൊരാൾക്കും പ്രായശ്ചിത്തമോ പരിഹാരമോ അനുഷ്ഠിക്കുവാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ അറിയണം. വീണ്ടും ഇതിനെക്കുറിച്ച് സഭയുടെ വലിയ വിശുദ്ധനായ വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് നാം എല്ലാവരും യോഗ്യതകളോ അയോഗ്യതകളോ സമ്പാദിക്കുന്നത്. ഇവിടെ വെച്ച് കൈവശപ്പെടുത്താൻ ഗവനിക്കാതിരിക്കുന്നത് മരണത്തിന് ശേഷം കിട്ടുമെന്ന് ആശിക്കരുത്. വിശുദ്ധ അഗസ്തീനോസ് ജീവിതത്തിൽ ഒരു കാലത്ത് കഠിനമായ പാപത്തിൽ പൂണ്ട് അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടി വരെ ജനിച്ച് അങ്ങനെ ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചിരുന്ന അഗസ്തീനോസിന്റെ ജീവിതത്തിൽ അനേകരുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ ഒരു കൃപ ലഭിച്ചു. ദൈവത്തിന്റെ സന്ദർശന മണിക്കൂറുകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് വാവിട്ട് കരഞ്ഞ് അനുദപിച്ച് കരഞ്ഞ് പാപം മുഴുവൻ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് അദ്ദേഹം വീണ്ടും ജനിച്ച് ദൈവ പൈതലായി മാറി. അങ്ങനെ ദൈവ പൈതലായി ദൈവജ്ഞാനം കൊണ്ട് നിറഞ്ഞ് സഭയിലെ മഹാവിശുദ്ധനായി. അഗസ്തീനോസ് പുണ്യവാളൻ നടന്നു പോകുന്ന സമയത്ത് കഠിന പാപികൾ അഗസ്തീനോസ് പുണ്യവാളൻ നടന്നു പോകുമ്പോൾ ആ കാഴ്ചയിൽ തന്നെ അനുതാപം കൊണ്ട് നിറഞ്ഞ് കരഞ്ഞിരുന്നുവെന്ന് പല ലിഖിതങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത്രമാത്രം വിശുദ്ധിയുടെയും പരിശുദ്ധാത്മാഭിഷേകത്തിന്റെയും മനുഷ്യനായി ഈ കൊടും പാപി രൂപാന്തരപ്പെട്ട് ആ അഗസ്തീനോസ് പറയുകയാണ്, തന്റെ അനുഭവത്തിൽ നിന്നും തന്റെ ഒരു ആയുസ് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും പിൻതലമുറയ്ക്ക് വേണ്ടി അഗസ്തീനോസ് വലിയൊരു ജ്ഞാനം പങ്കുവെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്വർഗത്തിന് വേണ്ടി സമ്പാദിക്കണം.